ശരിക്കും പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്ന ക്യാരക്ടർ വൈസ് ദിന്നാദും അജിയും തമ്മിൽ യാതൊരു സാമ്യവുമില്ല. സമയമില്ല. പപ്പേട്ടന് ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് അയച്ചു തരുമായിരുന്നു ഈ മാതൃഭൂമിയിലോ റിയൽ മറ്റോ വന്നിരുന്ന ഇൻസിഡന്റിന്റെ. ഈ ഇൻസിഡന്റിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ആർട്ടിക്കിൾ അയച്ചു തന്നു. ആ, ഇതിനെ ബേസ് ചെയ്തൊരു പരിപാടി ചെയ്താൽ എങ്ങനെ ഇരിക്കും. അത്രയധികം സിനിമകൾ ചെയ്തിട്ടുള്ള ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ നമ്മളെ ഒരു സിനിമയ്ക്കായിട്ട് അപ്രോച്ച് ചെയ്തു. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ. ഇങ്ങനെ ഈ ചോദ്യത്തിന്റെ സ്ട്രക്ചറിങ് വെച്ച് ഈ ഉത്തരം കുറച്ച് കുഴപ്പമാണ്. പക്ഷെ ജോസഫ് ആണ് ആക്ച്വലി എന്റെ ഏറ്റവും ഫേവറേറ്റ് പപ്പേട്ടൻ പടം. ഓഫ് സ്ക്രീൻ ബൈച്ചേട്ടൻ ഈ പറഞ്ഞ ബൈച്ചേട്ടൻ തന്നെയായിരുന്നു. കൗണ്ടറോട് കൗണ്ടറാണ്. കൗണ്ടറുകൾ, കഥകൾ, കോമഡികൾ. ഈ പ്രൊമോഷൻ ദിവസങ്ങൾ പോലും ബൈച്ചേട്ടനുമായിട്ട് ഉള്ള ഒരു പഠിക്കുന്നു. പഠിക്കുന്നത്. ഇനി അങ്ങനെ വിളിക്കരുത്, പാൻ ഇന്ത്യ എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിൽ ഇന്നും കൂടെ വേറൊരു ഇന്റർവ്യൂ പറഞ്ഞേ മാസമായിരുന്നു. ഭയങ്കര മാസമായിരുന്നു. കേൾക്കുമ്പോ തന്നെ നമുക്ക് തന്നെ അത് കറക്റ്റ് കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പറയാൻ പറ്റുന്നതുണ്ട്. പറയാൻ പറ്റുന്നതാണ് മാസം. ഞാൻ വിചാരിച്ചു ഞാൻ കാരണമാണോ ഇവരൊക്കെ കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനൊന്നും അല്ല. ബാക്കി റോഷൻ മാത്യു ആണ് ദ ക്യൂ അഭിമുഖത്തിൽ. വെൽക്കം റോഷൻ, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. താങ്ക് യു. 2026 റോഷൻ്റെ ആക്ച്വലി തുടങ്ങുന്നത് ചത്താപച്ച. ജാൻ റിലീസായിട്ടായിരുന്നു ചത്താപച്ച. വെൽ റിസീവ്ഡ് ആയിരുന്നു, വെട്രി അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ജൂണിലാണ് ഈ പറഞ്ഞ ഉയിർ എന്നുള്ള സിനിമയോടെ വീണ്ടും വരുന്നത്. കഴിഞ്ഞ സിനിമ ലാസ്റ്റ് റിലീസ് ചത്താപച്ചയുടെ ഒരു റിസപ്ഷൻ മുതൽ ഇന്ന് വരെയുള്ളൊരു കാലയളവ് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു പേഴ്സണലി 2026 എങ്ങനെ റോഷൻ? ഭയങ്കര പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ. പെട്ടെന്ന് കഴിഞ്ഞോ? അത് ഒരു ബഹളമായിരുന്നല്ലോ ചത്താപ്പച്ച റിലീസായപ്പോ. അതിന്റെ പുറകെ എങ്ങനെ കുറച്ച് നാൾ ഓടി. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഒരു പടത്തിന്റെ ഷൂട്ട് തുടങ്ങി. അത് ഇപ്പോഴും ഒരു ചെറിയ പോർഷൻ അതിന്റെ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു രീതിയിൽ ഇപ്പോഴും കണ്ടിന്യൂയിങ് എന്ന് പറയാം. ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ അതിന്റെ കുറച്ച് ഷോസ് ഒക്കെ നടന്നു. അത് ഈ സിനിമയുടെ ഷൂട്ട് തീരാറായപ്പോഴത്തേക്കിന് പാരലലി വേറൊരു പ്രോജക്റ്റ് തുടങ്ങി. അതിനിടയിൽ പോയിട്ട് റിലീസായി. അപ്പോൾ മൊത്തത്തിലൊരു ബഹളത്തിൽ പോയതുപോലെ ഗ്യാദർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു പകുതി വർഷം കഴിഞ്ഞു പോയി അല്ലേ എന്നുള്ള സ്പേസിൽ അതെ. ബൈ ബൈ ബൈപാസിന് ഇനി സ്ക്രീനിങ് ഉണ്ടോ? ഇനിയിപ്പോ കുറച്ച് നാൾ ഞങ്ങൾ എല്ലാവരും കുറച്ച് ബിസിയാ. ഇങ്ങനെ കുറച്ച് ഷൂട്ടുകൾ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ മേ ബി എൻഡ് ഓഫ് ദി ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഒന്നുകൂടി ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഈ ലാസ്റ്റ് റിലീസുകളൊക്കെ ഓർഡർ തന്നെയാണോ ഷൂട്ട് ചെയ്തത്? അതായത് ഇപ്പോ ഇത്തിരി നേരത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഇത്തിരി നേരം ചത്താപച്ച ഉയർ അങ്ങനെ ഒരു ഓർഡറിലല്ല ആക്ച്വലി. ഇത്തിരി നേരം എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പ്. ഇത്തിരി നേരം കുറച്ച് നേരത്തെ ഷൂട്ട് ചെയ്തതാണ്. ഇത്തിരി നേരം കഴിഞ്ഞിട്ട് പിന്നെ റിലീസ് വൈസ് ഓർഡറിൽ ചത്താപ്പച്ചയാണ് വന്നതെങ്കിലും അതിന് മുമ്പ് ഷൂട്ട് ചെയ്തതാണ് ഉയിര്. ഉയിരിന്റെ ഷൂട്ടും കഴിഞ്ഞിട്ടാണ് ചത്താപ്പച്ചയുടെ ട്രെയിനിങ് പരിപാടി തുടങ്ങുന്നതും പതുക്കെ ആ ലുക്കിലേക്കൊക്കെ വരുന്ന ഒരു പീരീഡൊക്കെ അത് കഴിഞ്ഞിട്ടായിരുന്നു. ഉയിരിലേക്ക് ഫസ്റ്റ് കോൾ പത്മകുമാർ സാറായിരുന്നു വിളിക്കുന്നത്. ഫസ്റ്റ് കോൾ എങ്ങനെയായിരുന്നു? അതെ, ആ പപ്പേട്ടന് ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് അയച്ചു തരുമായിരുന്നു മാതൃഭൂമിയിലോ ഈ ഇൻസിഡന്റിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ആർട്ടിക്കിൾ അയച്ചു തന്നു. ഇതിനെ ബേസ് ചെയ്തൊരു പരിപാടി ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് കൊള്ളാം, ഇതിനകത്ത് എന്താണ് അതിന്റെ ഫുൾ കഥ എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പപ്പേട്ടൻ വിളിച്ചിട്ട് ഈ CA അൻഷാദ് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അൻഷാദ് സാർ തന്നെ ഈ ഇൻസിഡന്റ് മൊത്തം ഡിസ്ക്രൈബ് ചെയ്തു റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ഇറ്റ്. പുള്ളി ഇന്ന 2017 ആണെന്ന് തോന്നുന്നു SI ആയിരുന്ന ഈ കാലത്ത് കണ്ണൂർ ഉണ്ടായിരുന്നപ്പോൾ നടന്ന സംഭവം മൊത്തം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം അദ്ദേഹത്തിന് സംഭവിച്ച സാധനം ഇത് റീകൗണ്ട് ചെയ്യുന്നതായതുകൊണ്ട് അത് കേട്ടിരുന്നപ്പോഴത്തേക്കിനും തന്നെ ഇമോഷണലി ഭയങ്കര ഇൻവെസ്റ്റഡ് ആയി ഞാനും. അതെ, അപ്പം നമ്മുടെ റൈറ്റേഴ്സ് ഇപ്പൊ ഷാജി മറാഠ് സാറും നിഖിലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഇത് കേൾക്കുന്നത്. പപ്പേട്ടൻ നേരത്തെ കേട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് റീകൗണ്ട് ചെയ്തപ്പം മൊത്തം നടന്നു പോയ പരിപാടി ആയതുകൊണ്ടും പിന്നെ ഹീ സ്റ്റിൽ ഇൻ ഇറ്റ്. ഇപ്പോഴും പിള്ളേർക്ക് വേണ്ടിയിട്ട് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഹുക്ഡായി അതില്. അതെ, ആൻഡ് ലൈക്ക് ഇത് കഴിഞ്ഞൊരു ഇൻസിഡന്റ് അല്ല, ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് ചാപ്റ്റർ ഓഫ് ഹിസ് ലൈഫ്. അപ്പോൾ ഞാനപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എന്നാൽ പിന്നെ അത് ചെയ്യാം, ഇതിൽ നിന്ന് എന്താണ് ഉണ്ടായി വരുന്നതെങ്കിലും അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ സാധനത്തിന്റെ ഒരു കോർ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ അത് ചെയ്യാം എന്ന് പറയായിരുന്നു. പിന്നെ പപ്പേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്യാമെന്ന് കുറെ നാൾ മുമ്പ് തന്നെ തോന്നിയിരുന്നു. ഞാൻ ആനന്ദമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ചേഞ്ച് ഓവർ ഉണ്ടാവുമല്ലോ, ആൾക്കാർ പ്രോജക്ട്സുമായിട്ട് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് തുടങ്ങുന്ന അപ്പൊ അങ്ങനെ ആദ്യത്തെ വന്ന ഒരു സെറ്റ് പ്രോജക്ട്സിനകത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് സീനിയർ ഫിലിം മേക്കർ പപ്പേട്ടനായിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്ത് വാസ് എ ഹ്യൂജ് സോഴ്സ് ഓഫ്
വാലിഡേഷൻ സോർട്സ്. അപ്പം ഇത്രയധികം സിനിമകൾ ചെയ്തിട്ടുള്ള ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ നമ്മളെ ഒരു സിനിമയ്ക്കായിട്ട് അപ്രോച്ച് ചെയ്യുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ തോന്നിയിരുന്ന ഒരു കാര്യമാണ്. ആ പ്രോജക്റ്റ് നടന്നില്ല, പക്ഷെ അപ്പം മുതലേ പപ്പേൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഉയിർ ആക്ച്വലി പ്രോപ്പറായിട്ടൊരു ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേറ്റീവ് ജോണിൽ തന്നെ പോകുന്നൊരു പടമാണ്. പക്ഷെ എങ്കിൽ കൂടെ ചില പോർഷനിൽ ഒരു പ്രൊസീജിയറൽ ഡ്രാമ ഫീലും തരുന്നൊരു സാധനമാണ്. എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി എന്നുള്ള സാധനം എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റിയൽ ഇൻസിഡന്റ് ആണോ ഹുക്ക് ചെയ്തത്? റിയൽ ഇൻസിഡന്റ് ആണ്. ആ ഇമോഷണൽ ഹുക്കാണ് കൂടുതൽ വന്നത്. സിനിമാറ്റിക് മറ്റേ ഗിമ്മിക്സ് അല്ല. അല്ല എനിക്ക് ആ സംഭവം കേട്ട് കഴിഞ്ഞപ്പം ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആണ്. അതിനകത്ത് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങള് നമ്മൾ ഫിക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഇത് എഴുതി വായിച്ചിരുന്നെങ്കിൽ പിന്നെ അങ്ങനെയൊന്നും റിയാലിറ്റിയിൽ നടക്കൂല എന്ന് പറയുന്ന രീതിയിലെ കുറച്ച് കാര്യങ്ങളാണ്. ഭയങ്കര കോയിൻസിഡന്റൽ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഈ ഒരാൾ വന്ന് പോലീസുകാരനെ 2-3 കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനം. പോലീസുകാരനെ അല്ല, ഒരു ഗ്രൂപ്പ് പോലീസുകാരെ. പിന്നെ അതിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ലൈക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ആയി പോകും. പക്ഷെ ഇത് അതിനകത്ത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഈ നറേഷൻ കേട്ടിരുന്നപ്പോൾ എനിക്കൊരു ഇമോഷണൽ ഹുക്കും വീണു. സോ ദാറ്റ് വാസ് മൈ റീസൺ ഫോർ ഡൂയിങ് ഇറ്റ്. ഞാൻ ആ സമയത്ത് ഇതിനൊരു സ്ക്രിപ്റ്റ് ആയിട്ടില്ല. അപ്പൊ സ്ക്രിപ്റ്റ് ആയപ്പോഴാണ് ഈ പറയുന്ന സിനിമാറ്റിക് സ്ട്രക്ചറിലേക്ക് ഇത് വീഴുന്നതും. അതിനകത്ത് അവിടെ ഇവിടെയും കുറച്ച് ഹുക്കുകൾ, സൈഡിൽ ഇങ്ങനെ ഒരു പാരലൽ സ്റ്റോറി ലൈൻ ഒക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി, ഇതെല്ലാം പിന്നീട് വന്നതാണ്. എനിക്ക് അതിന്റെ ഏറ്റവും കോർ കണ്ടന്റ് തന്നെയായിരുന്നു ആദ്യം എന്നെ എക്സൈറ്റ് ചെയ്യിച്ച വിഷയം. അപ്പൊ അതിനെ ചുറ്റി നമുക്ക് എന്ത് ചെയ്തെടുക്കാം എന്ന് നോക്കാം ആസ് എ ടീം, അത്രേ വിചാരിച്ചുള്ളൂ. ഈ എം പത്മകുമാർ എന്ന് പറഞ്ഞൊരു ഒരു ക്രാഫ്റ്റ്സ്മാൻ ഒക്കെ വിളിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫസ്റ്റ് കോളൊക്കെ വരുമ്പോൾ നമ്മുടെ പുള്ളിയുടെ ഒരു ഫിലിമോഗ്രഫി അല്ലെങ്കിൽ പുള്ളിയൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങുന്നത് പറഞ്ഞ 80s അവസാനമൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത എല്ലാ പടത്തിന്റെയും ഒരു ഡയറക്ഷൻ ടീമിൽ പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. ഏതായിരിക്കും ഇപ്പൊ ഒരു എം പത്മകുമാർ ഫേവറേറ്റ് ഫിലിം എന്ന് പറഞ്ഞത്? ഇങ്ങനെ ഈ ചോദ്യത്തിന്റെ സ്ട്രക്ചറിങ് വെച്ച് ഉത്തരം കുറച്ച് കുഴപ്പമാണ്. പക്ഷെ ജോസഫ് ആണ് ആക്ച്വലി എന്റെ ഏറ്റവും ഫേവറേറ്റ് പപ്പേട്ടൻ പടം. അപ്പൊ വർഗം, വാസ്തവം, ഷിക്കാറൊക്കെ ഇത് ഞാൻ കണ്ടിരുന്ന സമയത്ത് തന്നെ എഫക്ട് ചെയ്തിട്ടുള്ള സിനിമകൾ തന്നെയാണ്. പക്ഷേ ഇപ്പൊ ഒരു ഫേവറേറ്റ് പിക്ക് ചെയ്യണമെങ്കിൽ ജോസഫ് തന്നെയാണ്. മറ്റൊരു സംഗതി, ഇപ്പൊ ഈ പൊതുവെ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇപ്പൊ തുടരെ അടുപ്പിച്ച് ചെയ്യുന്ന സിനിമകളുടെ കാര്യം നോക്കുമ്പോൾ റിപ്പീറ്റഡ് ആവരുത് എന്നുള്ളത് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ട് മെഷേഴ്സ് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നമ്മള് തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പൊ വല എന്നുള്ള പടത്തിന്റെ അജു വർഗീസിന്റെ അടുത്ത് കണ്ടപ്പോൾ അതിൽ ഭയങ്കര കുറുക്കിയാണ് പുള്ളിയുടെ ലുക്ക്. ഈ ലുക്കിന്റെ കാര്യമൊക്കെ പുള്ളിയോട് ചോദിച്ചപ്പോ ഈ ഒരു ആർട്ടിസ്റ്റിന് ഉറപ്പായിട്ട് കോൺഫിഡൻസ് കയറുന്നത് ഒരു ലുക്ക് ചേഞ്ചോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇടുമ്പോൾ ഉറപ്പായിട്ട് ആ ക്യാരക്ടറിലേക്ക് തന്നെ ഒരു സ്വിച്ചിങ്, ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് നടക്കുന്നുണ്ട്. റോന്ത് സംഭവിക്കുന്നത് 25-ലാണ്, 26-ലാണ് ഈ പറഞ്ഞ ഉയിർ നടക്കുന്നത്. പോലീസ് പ്രൊഫഷൻ ഒരേതാണ്, സിമിലർ ലുക്ക് തന്നെയാണ്, യെറ്റ് റോഷൻ അത് ചൂസ് ചെയ്യുന്നുണ്ട്, അത് പിക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടോ? പിന്നെ ഇപ്പൊ അജുവേട്ടൻ പറഞ്ഞതുപോലെ എല്ലാ ആക്ടേഴ്സിനും റെപ്പിറ്റേറ്റീവ് ആയി പോവോന്നുള്ളതൊരു കോൺസ്റ്റന്റ് പേടി എന്നുള്ളതാണോ കറക്റ്റ് വാക്കെന്ന് അറിയില്ല. ബട്ട് ഇറ്റ്സ് സംതിങ് എവരിബഡി ട്രൈസ് ടു അവോയ്ഡ്. അത് നല്ലതല്ല, അതൊരു നല്ല ഫീലിംഗ് അല്ല. അത് ബ്രേക്ക് ചെയ്യാനും നോക്കലാണ് ഐഡിയലി വേണ്ടത്. അതെ, അത് ഉണ്ടാവാതിരിക്കണം. അപ്പൊ ഞാൻ ഈ സാധനം ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി റോന്തിലെ ദിന്നാദ് ഭയങ്കര വെൽ ഡിഫൈൻഡ് ഒരു ക്യാരക്ടർ ആയിരുന്നു. അത് ഷാഹിയുടെ റൈറ്റിംഗിൽ അത് അങ്ങനെ വന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് എൻ്റെ ആദ്യത്തെ പോലീസ് പരിപാടിയൊക്കെ ആയതുകൊണ്ട് അതിനപ്പുറം ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. ദിന്നാദായിട്ട് ഏറ്റവും ഓണസ്റ്റ് ആയിട്ട് ഷാഹി എഴുതിയിരിക്കുന്ന സാധനങ്ങൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിൽ ചെയ്തുള്ളൂ. പെട്ടെന്ന് രണ്ടാമത് ഈ സാധനം വന്നപ്പോഴാണ് ഇപ്പൊ ഇത് പോലീസ്, അതും പോലീസ് എന്നുള്ള ഈ തോട്ടിൽ കുറച്ചുനാൾ ഞാൻ പെട്ട് കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്ന ക്യാരക്ടർ വൈസ് ദിന്നാദും അജിയും തമ്മിൽ യാതൊരു സാമ്യവുമില്ല. ഇതിൽ അജീബ് എന്ന് പറയുന്ന ആളൊരു പ്രൊബേഷണറി SI ആണ്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് പുള്ളിയെ തന്നെ പ്രൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. വേറെ ആരും ചോദിച്ചിട്ടില്ല. ഫോർ ഹിംസെൽഫ് ഹി വാണ്ട്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ഞാൻ ലൈക്ക് SI ആവാൻ കേപ്പബിൾ ആണ്, യോഗ്യനാണെന്നൊക്കെ എനിക്ക് എന്നോട് തന്നെ തെളിയിക്കണം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ. ഭയങ്കര ഒരു പ്രത്യേകതരം ഒരു ഡ്രൈവ് ഒക്കെ ഉള്ള ഒരാളാണ്. ഒരു പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞാൻ പഠിച്ച കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ഈ ഒരു ഐഡിയലിസം ആംഗിൾ മാത്രമാണ് മേ ബി എങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയാലും ദിന്നാദിൽ 1% ഒക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നു. ബാക്കി ഒന്നും ഈ രണ്ട് ക്യാരക്ടേഴ്സും തമ്മിൽ സിമിലർ ആയിട്ടില്ല. കൂടാതെ കുറച്ച് നക്ഷത്രങ്ങളുടെ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോ ദിന്നാദ് CPO ആണ്, ഇയാള് SI ആണ് ഇപ്പൊ ഓൾറെഡി. അപ്പൊ ഞാൻ പിന്നെ ആലോചിച്ചപ്പോ ഓക്കെ, ഇത്
ഈ രണ്ടുപേരും പോലീസ് എന്നുള്ള പോയിന്റിൽ നിന്ന് ആലോചിച്ച് തുടങ്ങാതെ 2 സെപ്പറേറ്റ് ക്യാരക്ടേഴ്സ് എന്ന് തന്നെ ആലോചിക്കാം. അതും കഴിഞ്ഞ് കുറച്ചുകൂടി ഷൂട്ടിനടുത്ത് എത്തിയപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു, ആ സമയത്ത് റോന്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ റിലീസ് ആയിട്ടില്ല. അപ്പൊ എനിക്ക് മാത്രമേ അറിയൂ. പിന്നെ ഷാജി മാറാട് സാറുണ്ട്, ഞങ്ങളുടെ സെറ്റിലുണ്ട്. അപ്പൊ എനിക്ക് ഷാജി സാറിന് മാത്രമേ ആക്ച്വലി അറിയുള്ളൂ അവിടെ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. അറിയാം, സ്റ്റോറി അറിയാം. കുറെ ദിവസങ്ങൾ സെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ ഇത് സിമിലർ ആവുന്നുണ്ടോ എന്ന് ആദ്യത്തെ ഒരു 1-2 ദിവസമൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഷാജി സാറിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഫസ്റ്റ് ഡേ ഒക്കെ പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് ഡേ. പക്ഷെ അതല്ലാതെ കോൺഷ്യസ്ലി റോന്തിനെ പറ്റി ആലോചിക്കണ്ട എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ടാക്ടിക്. അത് ആലോചിച്ചുകൊണ്ടിരുന്നാൽ റിസ്കാ എന്ന് എനിക്ക് തോന്നി. കാരണം ഈ യൂണിഫോമിനപ്പുറമാണ് ഈ 2 ക്യാരക്ടേഴ്സും. അങ്ങനെ തന്നെ അത് നിൽക്കണമെന്നുണ്ട്. അപ്പം ലൈക്ക് ഒരു ആദ്യം ക്യാരക്ടർ എന്താണെന്നുള്ളത് ഉള്ളിൽ വെച്ചിട്ട് പിന്നെ അതിന്റെ പുറത്തൂടെ യൂണിഫോം ഇടുക, അങ്ങനെ വിചാരിച്ച് അങ്ങ് പോവാന്ന് മാത്രം വിചാരിച്ചുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ലുക്കിലൊക്കെ പോലീസ് ആകുമ്പോൾ എസ്പെഷ്യലി കുറച്ച് പരിമിതികളുണ്ടല്ലോ. ഇത് ഒരു പോലീസ് കട്ടുണ്ട്. വളരെ താടി കൂട്ടി വെച്ചൊരു പോലീസുകാരനെ വെച്ചാൽ ഇല്ല. അതെ, അപ്പൊ ഇതിനകത്ത് മാക്സിമം എത്രത്തോളം ചേഞ്ചസ് വരുത്താൻ പറ്റും. പിന്നെ ഞാൻ അതിൽ യൂസ്ഡാ. ഞാൻ ഏകദേശം ഒരേ ലുക്കിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ക്യാരക്ടേഴ്സ് തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഈ മറ്റേ ഈ ഒരു പെർട്ടിക്കുലർ ഫേസ് സ്ട്രക്ചറും കേളി മുടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും വിസിബിളി ഒരു ഡിഫറൻസ് തോന്നിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കുറച്ച് ഡ്രാസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലാണ് വിസിബിളി ഒരു ഡിഫറൻസ് രജിസ്റ്റർ ആവുക. അപ്പൊ ഈ ഡ്രാസ്റ്റിക് ആയിട്ട് ചെയ്യുന്നത് എല്ലാത്തിനും വർക്ക് ആവണമെന്നില്ല. പിന്നെ അതിലൊരു പ്രാക്ടിക്കാലിറ്റി ആംഗിൾ ഒക്കെ ഉണ്ടാവും. ചുരുനോടി കണ്ടു കഴിയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആക്കി കളയാം, അപ്പോൾ ഒരു നല്ല ചേഞ്ച് ഫീൽ ചെയ്യും. ഈ സ്ട്രെയിറ്റ് ആക്കിയിട്ട് നേരെ നമ്മൾ ഈ ചൂടത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി കഴിയുമ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് വേർത്ത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെയും ചുരുണ്ടിട്ടൊക്കെ വരും. അപ്പോൾ ഐ ബിൻ യൂസ് ടു ഓക്കെ ലൈക്ക് ഇതിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് മാത്രത്തിൽ അത്ര അധികം ഡിപ്പെൻഡ് ചെയ്യാതെ എഴുതി വെച്ചിരിക്കുന്നതിനകത്തു നിന്നൊരു ക്യാരക്ടറിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന് അങ്ങനെ ചെയ്ത് പോവാ. ഈ അൺലേണിംഗ് ആണല്ലോ ശരിക്കും ഈ പ്രോസസ് നടക്കുന്നത്. ഇപ്പൊ ഈ ദിന്നാദും അജീബ് എന്നുള്ള ക്യാരക്ടർ പറയുമ്പോഴും ഇവരെ രണ്ടുപേരെയും ഡ്രൈവ് ചെയ്യുന്നത് ഒരു പാസ്റ്റ് ട്രോമ എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. രണ്ടുപേരുടെയും കാര്യം നോക്കുകയാണെങ്കിൽ അത് വിസിബിളി ഞാൻ പറഞ്ഞത് സിമിലർ എഴുത്താന്നല്ല പറയുന്നത്, പക്ഷെ ആ ഒരു ട്രെയിറ്റ് 2 ക്യാരക്ടേഴ്സിനും കോമൺ ആണല്ലോ. ഈ പാസ്റ്റ് ട്രോമ ഇവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉറപ്പായിട്ടും റോഷൻ ഇപ്പോൾ ഉയറിന്റെ സെറ്റിലേക്ക് ഫസ്റ്റ് ഡേ പോകുമ്പോൾ ഈ ക്യാരക്ടറിന്റെ ഒരു ഫീഡ് നമ്മുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യുമ്പോൾ ആദ്യം ഈ പാസ്റ്റ് ട്രോമ സോർട്ടഡ് ആവാതെ കിടക്കുന്ന ഒരു ട്രോമ ഹോണ്ട് ചെയ്യുന്ന ഒരു ട്രോമയാണല്ലോ. ഇത് ഈ മെമ്മറി ലൈനിൽ ഇത് രണ്ട് വ്യത്യസ്തം സ്ഥലത്ത് ഡിഫൈൻ ചെയ്ത് വെക്കണല്ലോ. രണ്ടും പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ട്രോമ ആയിരിക്കരുത് ഇതിന്റെ ട്രോമ അങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യേണ്ട അത്രയും കൺഫ്യൂഷൻ ആണോ ശരിക്കും? അത്ര വലിയ കൺഫ്യൂഷൻ അല്ല ആക്ച്വലി. പറയുന്നത്ര പ്രശ്നമില്ല. ശരിക്കും നമ്മളതിന് മറ്റേ ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കര കൺഫ്യൂസിങ് ഒക്കെ ആക്കാതിരുന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ആക്ച്വലി എവിടെയൊക്കെ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പൊ ദിന്നാദിന്റെ ഒരു ട്രോമ എന്ന് പറയുന്നത് ആക്ച്വലി റോന്തിന്റെ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റിൽ മാത്രമേ അത് പ്ലേ ആവുന്നുള്ളൂ. അതല്ലാതെ അതിന് വലിയ സ്പേസ് ഇല്ല അവിടെ. അവന്റെ ഹീസ് ഒബ്വിയസ്ലി ഗോയിങ് ത്രൂ ഹിസ് ഡെയിലി ലൈഫ്. അവൻ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. അവന്റെ ജോലി എടുക്കുന്നുണ്ട്. ട്രിഗർ ആവുന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിൽ അത് കുറച്ച് ട്രിഗേർഡ് ആവുന്നുണ്ട്. കാരണം ആ ഇൻസിഡന്റ് ഇസ് ഓഡ്ലി സിമിലർ ടു ദ പേഴ്സണൽ ട്രോമ ഓർ ബാഗേജ് ഓർ വാട്ട് എവർ ദാറ്റ് യു വാണ്ട് ടു കോൾ ഇറ്റ്. അപ്പോൾ ഈ സിമിലാരിറ്റി കാരണം ആ പോയിന്റിൽ അതൊന്ന് ട്രിഗേർഡ് ആവുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിൽ നിന്ന് പുള്ളിക്ക് റിക്കവർ ചെയ്യാൻ എത്ര സമയം വേണം, അല്ലെങ്കിൽ എത്ര നേരം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ആ സാധനമൊക്കെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഇതിന്റെ പ്ലേയബിൾ ഏരിയ ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇത് എല്ലാ ദിവസവും പുള്ളിയുടെ എല്ലാ ചിന്തയിലും ഈ ക്യാരക്ടറിന്റെ എല്ലാ ആക്ടിവിറ്റിയിലും ഒക്കെ ശരിക്കും ലൈക്ക് വിസിബിൾ ആയിട്ട് ഇത് പ്ലേ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് പുറകിൽ എവിടെയോ കിടക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇത് ആരും വിട്ടുപോകുന്നില്ല, ആരും മറന്നു പോകുന്നില്ല, പുറകിൽ എവിടെയോ കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും ഒരു വിഷ്വൽ അല്ലെ ആരെങ്കിലും പറഞ്ഞൊരു കാര്യത്തിൽ മാത്രമാണോ ഇത് ഒന്ന് ട്രിഗേർഡ് ആയിട്ട് then it takes over you. പിന്നെ നമ്മൾ ആ സമയത്തുള്ള അതിന്റെ റിയാക്ഷനിൽ ചിലപ്പോൾ ഇത് പ്രകടമായിട്ട് വരാൻ, ചിലപ്പോൾ അത് ഉള്ളിൽ കിടപ്പുണ്ടായിരിക്കും, പ്രകടമായിട്ടൊന്നും വരില്ലായിരിക്കും. ആ ഡിസിഷൻസ് ഒക്കെ ഒന്ന് എടുത്താൽ മതി. അതെനിക്കൊന്ന് നമ്മൾ പടമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു റീഡിങ്ങിലോ വല്ല നമ്മളത് സബ് കോൺഷ്യസ്ലി ഡിസൈഡ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും ഇത് വരിക. പിന്നെ ഇത് എഴുത്തിൽ തന്നെ
അതുണ്ടാവും. ആക്ച്വലി നല്ല റൈറ്റേഴ്സ് ഒക്കെ എഴുതുമ്പോൾ അത് എഴുത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതപ്പം മറ്റേ സാധനം തുടങ്ങി അത് ഏകദേശം ഇവിടം വരെ ഉണ്ടെന്ന് തോന്നുന്നു, അതിനപ്പുറത്തോട്ട് അതിൻ്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ല. നല്ല റൈറ്റേഴ്സിൻ്റെ ഒക്കെ എഴുത്തിൽ അതുണ്ടാവും. ബാക്കി പിന്നെ ഡയറക്ടർ പറഞ്ഞു തരും. അപ്പം ഈ മൊത്തം ലോഡ് നമ്മൾ ഇതിൻ്റെ എല്ലായിടെ കൂടെ നമ്മുടേതായിട്ടുള്ള വേറെ എന്തെങ്കിലും ഭീകര പരിപാടിയൊക്കെ ചെയ്യാൻ നോക്കിയാലായിരിക്കും ചിലപ്പോൾ ഇത് ഭയങ്കര ലോഡായിട്ട് തോന്നുന്നത്. അല്ലാതെ എനിക്കത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിട്ട്, ആക്ച്വലി ഭയങ്കര എൻജോയബിൾ ഒരു ഏരിയ ആണ്. ഇതിലേതെങ്കിലും ഒരു സാധനം വിട്ടുപോയി, കാരണം പല ദിവസമൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും വിട്ടുപോയി അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫ് അങ്ങോട്ട് ശരിയായില്ല എന്നൊക്കെ ഉള്ളതാണ് പിന്നീട് കുറെ നാളത്തേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു തോട്ട്. അല്ലാതെ ഇത് ചെയ്തു പോകുമ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ഇത് കുറേയും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. ഇപ്പൊ എനിക്ക് ടാസ്ക് ഇല്ലാതെ തോന്നുന്നു, ഞാൻ അതുകൊണ്ട് ഇത്രേ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതിലും കൂടുതലൊക്കെ ചെയ്യൽ പോസിബിൾ ആയിരിക്കും. അപ്പൊ അത് ടാസ്കും ആയേക്കാം, ചെയ്ത് എത്തുമ്പോഴേ അറിയാം. അല്ല, ഒരു പ്ലേന്റെ ഒക്കെ കാര്യമാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് നാളുകൾ റിഹേഴ്സലിലൂടെ പോയിട്ട് ഒരു ആ ഒരു ടാസ്ക് ഇല്ലല്ലോ ആക്ച്വലി അല്ലെ. ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എന്ന് വെച്ചാൽ രണ്ടും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒന്നിൽ വർക്ക് കുറവോ അല്ലെങ്കിൽ കൂടുതൽ എളുപ്പമൊന്നും രണ്ട് ഫോമാണ്. അവിടെ റിഹേഴ്സലിന്റെ സപ്പോർട്ട് ഉണ്ട്, ഇവിടെ റീടേക്കുകളുടെ സപ്പോർട്ട് ഉണ്ട്. റോഷന് ശരിക്കും ഇപ്പൊ ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമ വരെയുള്ള ഒരു ദൂരം ഉണ്ടല്ലോ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ വർക്ക് ഇല്ലാത്തൊരു ദൂരമുണ്ട്. അത് ഉറപ്പായിട്ടും ഇപ്പൊ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കൺവെൻഷണൽ ജോബ് ചെയ്യാത്ത എല്ലാവരുടെ ലൈഫിലും ഈ വർക്ക് ഉള്ള സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെയിൻഡ് ആയിരിക്കും. പിന്നെ ഒരു വർക്ക് ഇല്ലാത്ത കുറച്ച് സമയം ഉണ്ടാവും, പിന്നെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത. ഈ സമയം ഉറപ്പായിട്ടൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് ഓവർ തിങ്കിങ്ങും ഒരുപാട് ആങ്സൈറ്റിയും, രാവിലെ എണീക്കുമ്പോഴൊക്കെ ഇന്നൊന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള തോട്ടിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഉണരുന്നത് തന്നെ. ഈ സമയം ഭയങ്കര പ്രൊഡക്റ്റീവ് ആക്കുന്ന സാഹചര്യം ഉണ്ടോ റോഷന്, അതോ ഈ കൺഫ്യൂഷനിൽ കൂടെ? ഇല്ല, എൻ്റെ ആക്ച്വലി ഷൂട്ടുകൾ അല്ലെങ്കിൽ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വർക്ക് ഒന്ന് ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നു. ഒരു പ്രോജക്റ്റ് വർക്ക് ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആണ്. ഒരു പ്രോജക്റ്റ് നടക്കുന്ന സമയമായിരിക്കും എൻ്റെ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള സമയം ആക്ച്വലി. അതിൻ്റെ ഷൂട്ട് അവേഴ്സ് ഒക്കെ ഹെക്റ്റിക് ആവുക അല്ലെങ്കിൽ റിഹേഴ്സൽ ടൈമിങ്ങൾ ഹെക്റ്റിക് ആവുക, അത് കാരണം ഉണ്ടാവുന്ന ഫിസിക്കൽ ഫറ്റീഗ്, അത്രയൊക്കെ ഉള്ളൂ പ്രശ്നങ്ങൾ. ഇതില്ലാത്ത ഇടയ്ക്കുള്ള ഗ്യാപ്പ് സമയങ്ങളാണ് ശരിക്കും എൻ്റെ തീർത്തും റിലാക്സ്ഡ് അല്ലാത്തത്. ഭയങ്കര പാക്ഡ് ആയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എനിക്ക് ചെയ്യാൻ. അപ്പോൾ എനിക്കൊരു എന്ന് വെച്ചാൽ എനിക്ക് ഈ അടുത്തൊരു കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൽ ഡെഫിനറ്റ്ലി ഒരു ദിവസം പോലും എണീറ്റിട്ട് ഇന്നൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനെ ഒരു നെഗറ്റീവ് കോൺട്രേഷനിൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഈ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഇന്നൊരു ദിവസം ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ളത് ഭയങ്കര സന്തോഷത്തോടെ ആലോചിക്കുന്ന രീതിയിലാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ തൽക്കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ തിരക്കുകൾ മൊത്തം ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. കാരണം എനിക്കിപ്പോൾ ഒരു ഷൂട്ടോ ഒരു പ്രോജക്റ്റ് നടക്കാത്തൊരു സമയമാണെങ്കിൽ ഞാൻ അതിനെ ഓവർ സ്റ്റഫ് ചെയ്യും. ഞാനൊരു 3 കാര്യം കംഫർട്ടബിളി ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസത്തിലേക്ക് ഒരു 7 കാര്യം ഞാൻ പ്ലാൻ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഒരു 6 എണ്ണം ഞാൻ ചെയ്ത് തീർക്കും എങ്ങനെയെങ്കിലും. ഈ 7ാമത്തേത് ഞാൻ അടുത്ത ദിവസത്തേക്ക് ക്യാരി ഓവർ ചെയ്യും. അപ്പോൾ രാവിലെ എണീക്കുന്നതൊക്കെ അത് ഓർത്തിട്ടാണ്, മറ്റേ ആ സാധനം കൂടെ ഇവിടെ ഫിറ്റ് ചെയ്യണം, പക്ഷെ ഇന്നത്തേക്ക് ഓൾറെഡി ഒരു 8 സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ദിവസങ്ങൾ പോകുന്നത്. ഈ 8 സാധനങ്ങളൊക്കെ സിനിമ റിലേറ്റഡ് ആണോ അതോ? അല്ല, എല്ലാം സിനിമ റിലേറ്റഡ് ഒന്നും അല്ല. പക്ഷെ കുറേയൊക്കെ ഈ പറയുന്ന പോലെ നമുക്ക് ഞാൻ പറ്റുന്നത്രയും വരുന്ന പ്രോജക്റ്റുകളുടെ സ്ക്രിപ്റ്റുകളൊക്കെ വായിക്കാൻ നോക്കും. അപ്പോൾ കുറേയൊക്കെ അതിൻ്റെ വായന അല്ലെങ്കിൽ ആൾക്കാരെ മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് സിനിമയ്ക്കായിട്ട് മാറ്റി വെക്കുന്ന സമയം. അതല്ലാതെ എൻ്റെതായിട്ടുള്ള കുറെ പ്രോജക്റ്റുകളുണ്ട് എനിക്ക് ലൈഫിൽ. അപ്പൊ ഞാൻ അതിന്റെയൊക്കെ പുറകെ കുറെ സമയം കളയും. പക്ഷെ എല്ലാം വർക്ക് തന്നെയാണ് ഡെഫിനറ്റ്ലി. സർക്കിളില് കോൺസ്റ്റന്റ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ടോ നമ്മുടെ സ്പേസിൽ തന്നെ നിന്ന്? എനിക്ക് എൻ്റെതായിട്ടുള്ള സ്പേസിൽ തന്നെ നിന്ന് പണിയെടുക്കാനും വെറുതെ ഇരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഇപ്പൊ കൊച്ചിയിൽ ഭയങ്കര നല്ലൊരു സർക്കിൾ ഉണ്ട്, ലൈക്ക് വെരി ഗ്രൂപ്പ് ഓഫ് വെരി ക്രിയേറ്റീവ് പീപ്പിൾ. അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ തോന്നുന്നത് ഇപ്പൊ അവരുടെ കൂടെയാണ്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് തോന്നിയാൽ ആദ്യം തന്നെ അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ ആയിരിക്കും വിളിക്കുക. അപ്പൊ അതിൽ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ അതിൽ അവരുടെ കൂടെ ഇരുന്ന് തുടങ്ങും. പിന്നെ ഇതൊന്നും അല്ലാത്ത മറ്റേ വേറെ ആർക്കും ഇതിനൊന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടല്ലാത്ത കുറെ പ്രോജക്റ്റുകളുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ലൈഫിൽ. വെച്ചാൽ വളരെ ഇങ്ങനെ ചുമ്മാ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഒരിടത്തും ഒരു പ്രൊഡക്റ്റ് ആക്കി ഫിനിഷ് ചെയ്ത് ആരെയും കൊണ്ട് കാണിക്കാനോ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ എടുക്കുന്ന കുറെ പണി, അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് വെറുതെ ഇരിക്കാൻ എൻ്റെ കൂട്ടുകാരൊക്കെ പറയും എപ്പോഴും വെറുതെ ഇരിക്കാൻ ഒരു ദിവസം കിട്ടിയിട്ടില്ല എന്ന് കോൺസ്റ്റന്റ്ലി ഞാൻ പരാതി പറയും. പക്ഷെ ഒരു ദിവസം കിട്ടിയാൽ അതിലൊരു 10 കാര്യം ഇങ്ങനെ കുത്തിക്കയറ്റിയിട്ട് ആ ദിവസത്തിനെയും കൂടെ പാക്ട് ആക്കും. അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ലൈഫ്. അതാണ് എന്റെ രീതി. എന്താ റോഷന്റെ ഒരു സിനിമ വ്യൂയിങ്
ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്ന മുമ്പല്ല കേട്ടോ, അത് വേറെ തന്നെ ഇതാണ്. ഒരു 2016 ഒക്കെ ശേഷം നോക്കുകയാണെങ്കിൽ ഉള്ളൊരു സിനിമ വ്യൂയിങ്ങില് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ലെറ്റർ ബോക്സ് വാച്ച് ലിസ്റ്റ് ഒക്കെ കയ്യിൽ കരുതി അങ്ങനെ ഒഴിവ് സമയങ്ങളിൽ സിനിമ കാണാൻ ഒക്കെ എഫേർട്ട് എടുക്കുന്ന രീതിയിലുള്ള ഒരു പോക്കാണ്. എനിക്കൊരു വാച്ച് ലിസ്റ്റ് ഇപ്പം കുറെ വർഷങ്ങളായിട്ടുള്ളത് എന്റെ ഫോണിൽ തന്നെയാണ്. വേറെ ഇതുപോലെ പല വെബ്സൈറ്റ്സിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലും ഒക്കെ വാച്ച് ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പല സമയത്ത്. ഇത് എവിടെയെങ്കിലും ഒക്കെ വെച്ച് വിട്ടുപോകും. എവിടെയെങ്കിലും ഒക്കെ വെച്ച് വിട്ടുപോയിട്ട് ഇപ്പൊ ഇവൻച്വലി ലൈക്ക് ഐ കം ബാക്ക് ടു, എനിക്ക് തോന്നുന്നു ഒരു കോളേജ് സമയം മുതലുള്ള ഒരൊറ്റ ഡോക്യുമെന്റ് ഉണ്ട്. അതില് കണ്ട് തീർത്തൊന്നും വെട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല, അതിങ്ങനെ കിടപ്പുണ്ട്. അത് ഇപ്പൊ മേ ബി ഒരു ഈസിലി ഒരു 100-200ഓളം പടങ്ങളൊക്കെ അതിലുണ്ടാവും. അത് അപ്പൊ അതിലേക്ക് തന്നെയാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോട്ട്സിൽ എഴുതി വെച്ചിരിക്കുകയാണ് മൂവീസ് ടു വാച്ച്. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ടുള്ള സംസാരത്തിൽ ഞാനിങ്ങനെ എഴുതിയിടും. ചിലതൊക്കെ ആരാണ് സജസ്റ്റ് ചെയ്തതെന്നുള്ളതും കൂടി ചിലതിൽ എഴുതിയിടും. തീർത്തും നമുക്ക് അറിയാത്ത സിനിമകളൊക്കെ ആണെങ്കിൽ അല്ലാതെ ഇങ്ങനെ എഴുതിയിടും. അപ്പം എപ്പോഴേലും ഒരു ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കിന് ഇതിനകത്തൂടെ സ്ക്രോൾ ചെയ്ത് പോവാ. പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഭ്രാന്ത് പിടിച്ചിട്ട് ഈ പടങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ട് അത് ഓരോ പ്ലാറ്റ്ഫോംസിലെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് ഓവർ ഓർഗനൈസിങ് ഒക്കെ പിടിച്ചായിരുന്നു. അതൊക്കെ പിന്നെ ഒരു വഴിക്ക് അങ്ങ് പോയി. പക്ഷേ ദിസ് തിങ് ഇസ് ദേർ. ഇപ്പൊ ഈ ബൈപാസിന്റെ ഒക്കെ ഇപ്പൊ ഈ സംസാരത്തിലൊക്കെ ഈ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഉള്ള പരിപാടികൾ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതില് ഞാൻ പറയുന്നത് ഒരു സോളിഡ് പ്ലാൻ ആയിട്ടല്ല, പക്ഷെ ഡിറക്റ്റിംഗ് എ മൂവി എന്നൊക്കെ ഉള്ളത് ഇന്റേണലി ഒക്കെ സ്വയം ഉറപ്പായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ ഉറപ്പായിട്ട് ബൈപാസ് 2 ഷോസ് ഒക്കെ കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആലോചനകളിലൊക്കെ ഡിറക്റ്റിംഗ് എ മൂവി എന്നൊക്കെയുള്ള ആലോചനകളുണ്ട്. അതൊരു സോളിഡ് പ്ലാൻ ആക്കാനുള്ള ശ്രമങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ആദ്യം ആലോചിക്കുന്നത്. ഞങ്ങൾ വെരി നോർമൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു നാടകത്തിന്റെ ഒരു പരിപാടി അതിന്റെ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഷോസ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് സിനിമ ചെയ്യാമെന്ന് തോന്നേണ്ട കാര്യമില്ല. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മീഡിയംസ് ആണല്ലോ. നാടകം ചെയ്തത് കൊണ്ട് ഒരാൾക്ക് സിനിമ ചെയ്യാൻ സാധിക്കണം എന്നില്ല. അങ്ങനെ പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടു പോയവരുമുണ്ട്, എന്നാൽ എക്സ്ട്രീംലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇടയിൽ തന്നെ. അപ്പോൾ ഈ ആദ്യത്തെ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ അധികം ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് സിനിമ പോലെ തന്നെ ഇരിക്കുന്നല്ലോ, ഒരു സിനിമ കാണുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഒത്തിരി പേര് പറഞ്ഞു. അപ്പോൾ ആ പോയിന്റ് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് ആക്ച്വലി കോംപ്ലിമെന്റ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല നാടകത്തിന്. പിന്നെ ഇത് ഈ കാണുന്ന ആൾക്കാർ, ഈ പറയുന്ന ആൾക്കാർ അധികം നാടകങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണോ, കൂടുതൽ സിനിമകൾ കണ്ടിട്ട് ഇടയ്ക്ക് പെട്ടെന്നൊരു നാടകം, അങ്ങനത്തെ ഒരുപാട് ഫസ്റ്റ് ടൈം വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത്. ഞങ്ങൾ കുറച്ച് സിനിമയിലൊക്കെ കുറച്ചുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ റെഗുലർ നാടക ക്രൗഡിനെക്കാട്ടിലും കൂടുതൽ ഒരു ഫസ്റ്റ് ടൈം. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും പറയുന്നതെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അതിനെപ്പറ്റിയിട്ട് അധികം ആലോചിച്ചില്ല. ബൈപ്പാസ് കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സർക്കിളിലൊക്കെ ഉള്ള അഗൈൻ ലൈക്ക് ഫിലിം മേക്കേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു, എടാ ഇങ്ങനെയൊക്കെ തന്നെയാണ് മറ്റേതിൻ്റെയും പ്രോസസ്സ്, അപ്പം അതൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഞാൻ സെറ്റുകളിലുള്ള സമയത്തൊക്കെ കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അല്ലാതെ എൻ്റെ പണി മാത്രം ചെയ്യുള്ളായിരുന്നു, വേറെ ആരുടെയും പണി എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നൊന്നും ഒബ്സർവ് ചെയ്യില്ല. ചുറ്റും നടക്കുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടെ കീനായിട്ട് ഒബ്സർവ് ചെയ്യാൻ നോക്കി. ഒരു ഡയറക്ടർ ശരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ലീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ശരിക്കും ഡയറക്റ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് കുറച്ച് വാച്ച് ചെയ്യാൻ ഒബ്സർവ് ചെയ്യാനൊക്കെ നോക്കി. അപ്പം ഇങ്ങനെ പ്ലാനുകളുണ്ട് ഡെഫിനറ്റ്ലി. എന്ന് വെച്ചാൽ സ്റ്റോറി ടെല്ലിങ് അടിസ്ഥാനപരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ എല്ലാ ഫോംസും, വെറുതെ ഇങ്ങനെ ഒരാളുടെ അടുത്തിരുന്ന് ഇങ്ങനെ ഓരോ കഥകൾ പറയുക എന്നുള്ളത് മുതൽ അതിനെ ഒരു ഫുൾ പ്രൊഡക്ഷനായിട്ട് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി നിന്നൊരു കഥ പറയുക, ഇതിൻ്റെ എല്ലാ ഫോംസും ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഡെഫിനറ്റ്ലി എപ്പോഴെങ്കിലും ചെയ്യാം എന്നുള്ള പ്ലാനുണ്ട്. ഇത് നേരത്തെ ചെയ്തിട്ടുള്ളവരും ഈ ഇൻഡസ്ട്രിയിലൊക്കെ തന്നെ പല കപ്പാസിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഉള്ളത് കൊണ്ട് അവർ കുറച്ച് ആൾക്കാരും ഒക്കെ ആയിട്ട് റെഗുലർ ചർച്ചകളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ അറ്റംപ്റ്റ് ചെയ്യും. പക്ഷേ റോഷൻ അപ്പോഴും ഈ തിയേറ്റർ സ്ട്രക്ചർ ഇപ്പം ഈ കൊച്ചിയിലൊക്കെ എമേർജിങ് ആവുന്ന തിയേറ്റർ സ്ട്രക്ചറിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഒരു സർക്കിൾ ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ മറ്റേ അജിത്തേട്ടൻ്റെ ഒക്കെ മറ്റേ പ്ലേ കാണാൻ നിങ്ങളുടെ ബൈപാസ് ടീം മൊത്തം വന്നിരുന്ന ഒരു ചെറിയ ഏരിയയില് ഹട്ടമല കാണാൻ ആ സമയത്തൊക്കെ നിങ്ങൾ ഫുൾ ടീമായിട്ട് വരുന്നു. അങ്ങനെ നിങ്ങളുടെ പല സർക്കിളിലുള്ള തിയേറ്റർ ഗ്രൂപ്പ്
ഇപ്പൊ ഒന്നിച്ച് ഗ്രോ ചെയ്യുന്ന ഒരു സ്ട്രക്ചറും കൂടെ ഇപ്പൊ വരുന്നുണ്ട്. എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എനിക്ക് ബേസിക്കലി ഇത് ശരിക്കും ഇങ്ങനെ സംഭവിച്ചു പോയതാ. ബൈപ്പാസിനായിട്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാരെ വേണമായിരുന്നു. കുറച്ച് കൂട്ടുകാരൊക്കെ വെച്ച് ഒപ്പിക്കാം, ബാക്കി കുറച്ച് പേരെ പുറത്തുനിന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ കിട്ടിയതാണ് ഈ ഗ്രൂപ്പ്. ആൻഡ് ലൈക്ക് എല്ലാവരും ഹാൻഡ് പിക്ഡ് ആയിരുന്നു ആക്ച്വലി. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിൽ അതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ആക്ടർ, പിന്നെ ആ ആക്ടർക്ക് ഇതിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, ചുമ്മാ ഒന്ന് വിളിച്ച് ചോദിച്ചു. ലിറ്ററലി അങ്ങനെയായിരുന്നു. നിൽജനെ ഞാൻ വിളിച്ചത്. നിൽജയെ ഞാൻ ഒരുമിച്ച് കപ്പേളയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് സീൻസ് ഒന്നും ഇല്ല. നിൽജയുടെ സീൻസ് ഞാൻ കണ്ടിട്ടേ ഉള്ളത്. ഒരു ദിവസം ഒരുമിച്ച് ഞങ്ങൾ സെറ്റിൽ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോണിന്റെ ഫാമിലി എന്ന് പറഞ്ഞ പടത്തിൽ നിൽജനെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി പെർഫോമൻസ്. അപ്പം ഞാൻ നിൽജനെ വിളിച്ചിട്ട് റോന്തിന്റെ സെറ്റിൽ ഇരുന്നുകൊണ്ടാണ് വിളിക്കുന്നത്. ചുമ്മാ ഞങ്ങളിങ്ങനെ ഒരു ചെറിയ നാടകം ചെയ്ത് നോക്കാം, ആയി വരുമോ എന്നൊന്നും അറിയില്ല, പക്ഷെ ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിലേക്ക് നിൽജ വന്നു. ദേവകി ഞങ്ങൾ നീലവെളിച്ചത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അഗൈൻ. അപ്പോൾ അങ്ങനെ സെറ്റിലിരുന്ന് സംസാരിക്കുമ്പോൾ ദേവകി ചെറിയ പെർഫോമൻസ്, നാടകം, പരിപാടി, ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. ആ ഓർമ്മയിൽ ദേവകിനെ വിളിച്ചു. അങ്ങനെ ഹാൻഡ് പിക്ഡ് ആണ് ഇതിൽ ഓരോ ആൾക്കാർ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് was that there is so much talent in this group. And എല്ലാവരും ആക്ടേഴ്സ് എന്ന് മാത്രമല്ല, അതിനപ്പുറം പല മേഖലകളിലും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇതൊരു പ്യുവർലി സെൽഫിഷ് തോട്ടും കൂടിയാണ്. ദാറ്റ് എനിക്ക് ഈ ഗ്രൂപ്പ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലോ. നമ്മൾ വെറുതെ ഈ ഒരു പ്രൊഡക്ഷൻ മാത്രം ചെയ്ത് അതിൻ്റെ റിപ്പീറ്റഡ് ഷോസ് മാത്രം ചെയ്ത് അല്ലെങ്കിൽ പിന്നിരുന്ന് മറ്റ് ഒരുമിച്ച് സിനിമയ്ക്ക് പോയും ഒന്നും മാത്രം നിൽക്കേണ്ട ആവശ്യമില്ല. everybody is interested, we can try other things also. ഇതിന്റെ ഫിനാൻഷ്യൽ വയബിലിറ്റി എങ്ങനെയാ ശരിക്കും? ഇതിന് മൗണ്ട് ചെയ്യാൻ എളുപ്പമാണോ അതോ? ഇല്ല, നമ്മൾ ആദ്യം സ്ട്രിക്ട്ലി തിയേറ്റർ അല്ലേ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ആദ്യം ഒരു സ്പോൺസേഴ്സ് കുറച്ചുപേരെ കണ്ടുപിടിച്ചു ആദ്യത്തെ ഒരു സെറ്റ് ഷോസ് ചെയ്യാൻ. അതിലാണ് ഏറ്റവും അധികം എക്സ്പെൻസ് വരിക. കാരണം നമ്മൾ ഈ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം, പിന്നെ നമുക്കൊരു നീണ്ട റിഹേഴ്സൽ പീരീഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസസ് എല്ലാം, അപ്പോൾ അതെല്ലാം കവർ ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ചു. അതിൽ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് ട്രൈ ചെയ്താൽ മാത്രം മതി. പിന്നെ അഗൈൻ ഞങ്ങൾ കുറച്ച് സിനിമയിലൊക്കെ ഉള്ള ആൾക്കാരായതിൻ്റെ ഒരു പ്രിവിലേജും കൂടെ ഉണ്ട്, അതാണ് സത്യം. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് സെറ്റ് ഓഫ് ഷോസ് ഓൺവേർഡ്സ്, ഇപ്പോൾ 16-17 ഷോ കഴിഞ്ഞു. സെക്കൻഡ് സെറ്റ് ഓഫ് ഷോസ് ഓൺവേർഡ്സ് ഇതൊരു നമ്മൾ ഷോയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പൈസ ആ ഷോ എക്സ്പെൻസിനെ കവർ ചെയ്ത് നിൽക്കണം എന്നുള്ള രീതിയിലാണ് സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഷോ എക്സ്പെൻസ് കവർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ബാക്കി വരുന്ന പ്രോഫിറ്റ് നിന്ന് മാത്രമായിരിക്കും എല്ലാവർക്കും പേയ്മെന്റ് കിട്ടുന്നത്. ഇതുവരെ എല്ലാ ഷോസിനും എല്ലാവർക്കും പേയ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഫിനാൻഷ്യൽ സൈഡ് മൊത്തം ഇതിൻ്റെത് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. അത് മൊത്തം ഹാൻഡിൽ ചെയ്തത് ദർശനയും വേറെ അശ്വതി, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടാണ്. ദർശനയാണ് അതിനകത്ത് മെയിൻ പ്ലാനിങ് ഒക്കെ ചെയ്ത്. ഇനിഷ്യൽ സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കാൻ ഫ്രാൻസിസ്, ഞങ്ങളുടെ റൈറ്റർ, കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് പോസിബിൾ. അങ്ങനെ ഞാൻ ലൈക്ക് ഭീകര എമൗണ്ട് ഒന്നും അല്ല എല്ലാവർക്കും ശമ്പളം കിട്ടുന്നത്, പക്ഷെ ഒരു കൺസിഡറബിൾ എമൗണ്ട് ഒക്കെ അതിൽ നിന്ന് പേയ്മെന്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് ടു ഉയറിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ബൈജു ചേട്ടനായിട്ട് ടീം അപ്പ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഒരു കെമിസ്ട്രി കൂടുതലും വരുന്നത്. രണ്ട് പോലീസുകാർ ടീം അപ്പ് ആയിട്ടൊരു കേസ് അന്വേഷിക്കുന്നതിൽ ഒരു ഹൈ ഉണ്ടല്ലോ, ആ സാധനമാണ് ഒരു തുടർന്ന് സെക്കൻഡ് ഹാഫിലൊക്കെ തുടർന്ന് വരുന്നത്. അപ്പോൾ ബൈജു ചേട്ടൻ്റെ ഒക്കെ ഇപ്പോൾ ചിലപ്പോൾ ഓഫ് സ്ക്രീൻ ബൈജു ചേട്ടൻ്റെ ഇമേജ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓൺ സ്ക്രീനിൽ കാണുമ്പോൾ ബൈജു ചേട്ടൻ എപ്പോഴാണ് കൗണ്ടർ അടിക്കുക അല്ലെങ്കിൽ ഈ കാച്ചിക്കുറുക്കിയ സാധനങ്ങൾ അടിക്കുന്നത്, അത് എപ്പോഴാ വരിക എന്നൊക്കെ ഇങ്ങനെ കാത്തിരിക്കും. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നും, ഇതിൽ ഭയങ്കര മാന്യമായ ഒരു സട്ടിലായിട്ടുള്ളൊരു പോലീസുകാരനായിട്ടാണ്. എങ്ങനെയാ ബൈചേട്ടനായിട്ടുള്ള ഇപ്പോൾ ഓഫ് സ്ക്രീൻ ഓൺ സ്ക്രീൻ കെമിസ്ട്രി? ഓഫ് സ്ക്രീൻ ബൈചേട്ടൻ ഈ പറഞ്ഞ ബൈചേട്ടൻ തന്നെയായിരുന്നു. കൗണ്ടറോട് കൗണ്ടറാണ്. കൗണ്ടറുകൾ, കഥകൾ, കോമഡികൾ, അങ്ങനത്തെ സെറ്റിലെ ലൗഡസ്റ്റ് മെമ്പർ ബൈചേട്ടനായിരുന്നു. അപ്പോൾ ഒരു ഏരിയ മൊത്തം ഒന്ന് ലൈവായിട്ട് നിൽക്കുന്നത് ബൈചേട്ടനോടുള്ളത് കൊണ്ടാണ്. അതിനെ ചുറ്റിപ്പറ്റി എപ്പോഴും കുറച്ച് തമാശകളൊക്കെ ഉണ്ടാവും. ഭയങ്കര എൻജോയബിളാണ് ലൈക്ക് സ്പെൻഡ് ടൈം വിത്ത് ഓൺ സെറ്റ്. പിന്നെ ഇതൊരു എന്താ പറയുക, ഭയങ്കര ഒരു നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. ഒരു സീനിയർ കോപ്പ്, ഒരു ജൂനിയർ കോപ്പ് എന്നുള്ള സാധനം. ഒത്തിരി സിനിമകൾ, റോന്ത് ഉൾപ്പെടെ, ട്രൂ ഡിറ്റക്റ്റീവ്, ട്രെയിനിങ് ഡേ ഒക്കെ, അങ്ങനത്തെ ഒരുപാട് പരിപാടികളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ഡിഫറൻസ് ഒക്കെ ചിലപ്പം
എഴുതി വരുമ്പോൾ കൊണ്ടുവരുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഒരു കാസ്റ്റിംഗ്, ഒരു പെയറിങ് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിലൊക്കെ ആയിരിക്കും അതിൽ പുതിയൊരു ഫ്ലേവർ കൊണ്ടുവരാൻ പറ്റുന്നത്. കാരണം ഇത് എസെൻഷ്യലി വർക്കാണ് ഈ പരിപാടി. ഒരു സീനിയർ കോപ്പ് ജൂനിയർ കോപ്പ് എന്ന് പറയുന്നത് പെയറിംഗ് അത് വർക്കാണ്. അതുകൊണ്ടാണ് അത് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരു ഇൻട്രസ്റ്റിംഗ് കാസ്റ്റിംഗ് വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല കാര്യം. അല്ലെങ്കിൽ നമ്മൾ ആ ടെംപ്ലേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഇരിക്കും. ഇതപ്പോ ആദ്യം തന്നെ ബൈചേട്ടൻ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പം നമുക്ക് അറിയാതെ മുഖത്ത് വരുന്ന ഒരു ചിരി ഉണ്ടല്ലോ, അത് അത് പ്രതീക്ഷിക്കുന്നില്ല. അതെ അതെ അതെ, അതിലാണ് അതിന്റെ പരിപാടി ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ചില ആക്ടേഴ്സുമായിട്ട് ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ ഒരു ഈസി കെമിസ്ട്രി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പരിപാടി അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അതുണ്ടാവും, ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അവിടെ ചെന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് ഇത് മനസ്സിലാവുള്ളൂ. ഞാൻ ബൈച്ചേട്ടനെ കാണുന്നത് തന്നെ സെറ്റിൽ വന്ന് ഫുൾ കോസ്റ്റ്യൂമിൽ ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിനാ. അതിനു മുമ്പ് കണ്ടുപോലുമില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് കൊള്ളാം, ഇത് രസമുള്ളൊരു പരിപാടി അതിനകത്ത് നടക്കുന്നുണ്ട്, അടിപൊളിയാണ് എന്നുള്ള. അതിപ്പോ ഈ പ്രൊമോഷൻ ദിവസങ്ങൾ പോലും ബൈച്ചേട്ടനായിട്ട് ഉള്ള ഒരു പഠിക്കുന്നത് ഞങ്ങൾ പല ഫ്ലോറുകളിലായിട്ട് ഇങ്ങനെ ഇന്റർവ്യൂസ് ചെയ്തോണ്ടിരിക്കും. അവസാനം ഒരെണ്ണത്തിനാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നത്. അത് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ അതിലും ഭയങ്കര ഫണ്ണായിരുന്നു. ഭയങ്കര. എന്നാൽ നിങ്ങള് ഒരു ടെംപ്ലേറ്റിന്റെ അപ്പുറവും ഈ ബൈചേട്ടൻ ചെയ്ത ക്യാരക്ടറിന് ആ ക്യാരക്ടറിന് ഒരു ബാക്ക് സ്റ്റോറി, അത് ഈ കേസിന് റിലേറ്റ് ചെയ്യുന്ന ആ പരിപാടിയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതെ 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 അതെ, അത് കുറച്ചും കൂടെ ഉണ്ടാവണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബൈചേട്ടൻ ഭയങ്കര രസമായിട്ട് പ്ലേ ചെയ്തു. അതായി പറഞ്ഞ നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുള്ള ബൈജു ചേട്ടൻ ക്യാരക്ടറിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ അത് പ്ലേ ചെയ്തു. ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നി. അതുകൊണ്ടായിരിക്കും ചിലപ്പോ എനിക്ക് പടം കണ്ടപ്പോൾ കുറച്ചുകൂടെ കാണണമായിരുന്നു എന്ന് തോന്നിയത്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പ്ലേ ചെയ്തു, ഭയങ്കര സട്ടിലായിട്ട്. പക്ഷെ അതുണ്ട്, ഒരു മൊമെന്റിലൊക്കെ അത് വരുന്നുള്ളൂ, പക്ഷെ അത് അവിടെ ഉണ്ട് കോൺസ്റ്റന്റ്ലി. അപ്പൊ അതിന് കുറച്ച് മൊമെന്റുകളും കൂടെ കൊടുക്കണമായിരുന്നു എന്ന് തോന്നി. അതുല്യ ഇതിലാണല്ലോ ഇപ്പൊ DSRയ്ക്ക് ശേഷം ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറൊക്കെ ആയിട്ട് വരുന്നത്. അതുല്യ വീണ്ടും ഇതിലാണോ അതുല്യ ആയിട്ടുള്ള പരിചയം? ഞാൻ മീറ്റ് ചെയ്യുന്നത് അഗൈൻ സെറ്റിലാണ്. എനിക്ക് ആകെ അറിയാമായിരുന്നത് DSRA ആ സമയത്ത് പാരലലി ഷൂട്ട് നടക്കുന്നുണ്ട്, അപ്പൊ അതിലുണ്ട് എന്നുള്ളത് അറിയാം. പിന്നെ ചങ്ങനാശ്ശേരിക്കാരിയാണ്. പക്ഷെ അതില് വന്നപ്പോ ഞാൻ ഡിസപ്പോയിന്റ്. ചങ്ങനാശ്ശേരിനെ പറ്റി ചോദിച്ചിട്ട് വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ ഇവിടെയാണ് കുറച്ച് നാളായിട്ട്. ചങ്ങനാശ്ശേരിയിൽ അങ്ങനെ അധികം പോക്ക് വരവില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇനിഷ്യലി കേട്ടപ്പോ ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് അതായിരുന്നു, ചങ്ങനാശ്ശേരി. ഞാൻ റോഷന്റെ ചുമ്മാ ഇൻസ്റ്റാ പ്രൊഫൈൽ എടുത്തപ്പോ ക്വാർട്ടർ എഞ്ചിനീയർ ഹാഫ് ഫിസിസിസ്റ്റ് എന്ന രീതിയിലാണ് നിങ്ങളുടെ മറ്റേ ബയോയിൽ എഴുതിയിരിക്കുന്നത്. ഈ പൂർത്തീകരിക്കാത്ത 2 ഡിഗ്രി പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും എന്താ പറയാൻ പറ്റുക? ഫിസിക്സ് ആക്ച്വലി എന്നെ ശരിക്കും കുറച്ച് ഫിസിക്സ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തതാണ്. എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു, സ്കൂളിലൊക്കെ ആയിരുന്നു ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞ കുറച്ച് ഫിസിക്സ് തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഡിഗ്രി. ഇപ്പോഴും ചില കാര്യം നമ്മൾ മനസ്സിലാക്കി പഠിച്ച ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ഓർമ്മ വെക്കൂലേ, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റത്തക്ക രീതിയിൽ ഓർമ്മ വെക്കാം. അങ്ങനെ കുറച്ച് ഫിസിക്സ്, വളരെ കുറച്ച് എനിക്കറിയാം. അനന്തരാമനെ പോലെ കുറച്ച് ഫിസിക്സ് എനിക്കറിയാം. വീഡിയോ ചെയ്യാൻ പറ്റില്ലെങ്കിലും വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ അവനോടൊന്ന് സംസാരിച്ചേക്കാൻ എനിക്ക് പറ്റുമായിരിക്കും. അങ്ങനെ കുറച്ച്. മറ്റേ ക്വാർട്ടർ എഞ്ചിനീയറിനകത്ത് എനിക്ക് ഒരു ക്ലാരിറ്റി തന്ന ഒരു എക്സ്പീരിയൻസ് ശരിക്കും അതായിരുന്നു. ആൻഡ് എനിക്ക് പിന്നെയും മനസ്സിലായി അത് ആ പ്രായത്തിലൊക്കെ പറ്റുള്ളൂ. കുറച്ച് ചാടി കയറി ഇമ്പൾസീവായിട്ടൊരു തീരുമാനം എടുക്കുന്നതൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പം ലോകത്തിന്റെ റിയാലിറ്റി മൊത്തം മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അത് പറ്റൂല. അല്ലെങ്കിൽ ഒരു കുറച്ചധികം ശതമാനം കൂടെങ്കിലും മനസ്സിലാക്കി കഴിയുമ്പോൾ അത് പറ്റൂല. ബട്ട് ലൈക്ക് ഐ വെന്റ് ദേർ ആൻഡ് ഐ വാസ് ലൈക്ക്, മെറിറ്റ് കിട്ടിയ ഒരു സീറ്റ്, ഇത് പെർഫെക്റ്റ്ലി ഗുഡ് ഒരു കോളേജ്, കൂടെ നല്ല കുട്ടികളൊക്കെ തന്നെ പഠിക്കുന്നു. എനിക്ക് യാതൊരു താല്പര്യവും തോന്നുന്നില്ല. അപ്പോൾ ഇഷ്ടമില്ല ഈ സ്ഥലത്ത് നിൽക്കാൻ, ഈ പഠിക്കുന്ന പരിപാടി എനിക്ക് വർക്കാവുന്നില്ല, ചാടിക്കോ പുറത്ത് അന്ന്. അപ്പൊ എനിക്ക് ആ എക്സ്പീരിയൻസ് ഭയങ്കര വാല്യുബിളാ. എനിക്ക് ഇപ്പോഴും ഒരു രീതിയിൽ ഞാൻ അത് ചേസ് ചെയ്ത് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള പരിപാടികൾ മാത്രമേ ഞാൻ പിടിക്കുന്നുള്ളൂ. അല്ലാതെ ഇത് ചെയ്താൽ ഡെഫിനറ്റ്ലി ഇത് കിട്ടും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഇവൻച്വലി അതിലേക്ക് എത്താൻ ഗുണം ചെയ്യും എന്നൊക്കെ പറയുന്നത് സ്റ്റിൽ നോട്ട് റീസൺ ഇനഫ് ഫോർ മീ. എനിക്കൊരു പരിപാടി ചെയ്യണമെന്ന് എനിക്ക് തന്നെ തോന്നണം, എനിക്കതിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ജീവിക്കാനോ അല്ലെ ആ സമയത്ത് പൈസ ഉണ്ടാക്കാനോ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഞാൻ നോക്കും. പക്ഷെ ഷൂട്ടിനൊക്കെ പോയി നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ഡേ പോയി നിന്നിട്ട് ഇതൊന്ന് തീർത്തിട്ട് വേണം വീട്ടിൽ പോകാൻ എന്നുള്ള മൂഡിൽ തന്നെ രാവിലെ തുടങ്ങാൻ എനിക്ക് പറ്റില്ല.
ചില ദിവസങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കാം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ചില ദിവസം യു ഫൈൻഡ് യുവർ സെൽഫ് ലൈക്ക് ഇൻസ്പിറേഷൻ കുറവ്, അല്ലെങ്കിൽ വയ്യ. പക്ഷെ ഒരു ഫുൾ പ്രോജക്റ്റ് ഒക്കെ ലോങ് റണ്ണിലല്ല പറ്റൂല. അപ്പൊ അത് വീട്ടിൽ നിന്ന് മാറിയൊക്കെ നിൽക്കുന്ന ആദ്യം ഈ പറഞ്ഞ എഞ്ചിനീയറിംഗിന് പോകുന്ന അതെ എഞ്ചിനീയറിംഗിന് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് മാറി നിൽക്കുന്നത്. അതില് ഞാൻ ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു. എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി അപ്പം അഗൈൻ കോളേജ് ആയിരുന്നു. അപ്പോൾ മൈസൂർ പോയി. അപ്പോൾ അവളുടെ കോളേജ് ലൈഫായിരുന്നു എൻ്റെ മനസ്സിൽ ഐഡിയൽ കോളേജ് ലൈഫ്. അതുപോലൊക്കെ വേണമായിരുന്നു. അപ്പോൾ മാറി നിൽക്കാനൊക്കെ ഞാൻ ആക്ച്വലി വളരെ ഓക്കെ ആയിരുന്നു. വീട്ടിൽ നിന്ന് മാറി നിന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സെക്കൻഡ് പോയത് അതിലും ദൂരെയാണല്ലോ. അതെ, ഇതാകുമ്പോൾ എല്ലാ ആഴ്ചയും വേണമെങ്കിലും പോയായിരുന്നു. ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി. അപ്പൊ ദൂരം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നും ആയിരുന്നില്ല പ്രശ്നം. ജസ്റ്റ് ഡിഡ്ന്റ് ഫീൽ ഹാപ്പി ദർ. നമ്മള് മുൻപ് സംസാരിച്ച, എനിക്ക് തോന്നുന്നു ഇത്തിരി നേരം പടത്തിന്റെ സമയത്ത് ഞാൻ പാൻ ഇന്ത്യ ഇത് ചോദിച്ച സമയത്താണ് റോഷൻ പറഞ്ഞത്, ഇനി അങ്ങനെ വിളിക്കരുത്, പാൻ ഇന്ത്യ എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിൽ ഇന്നും കൂടെ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞേ. ഏറ്റവും വെറുക്കപ്പെട്ട ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്താന്നുള്ളത് ഞാൻ ഇന്റർവ്യൂറിന്റെ അടുത്ത് ചോദിക്കുവായിരുന്നു. എന്തായിരുന്നു ചോദ്യം? പറ കേക്കട്ടെ. ഞാൻ ചോദിക്കാൻ വന്ന ആക്ച്വലി പൃഥ്വിരാജ് അനുപമ ചോപ്ര ഇന്റർവ്യൂ പൃഥ്വിരാജ് പറഞ്ഞ, അതായത് ഈ പുറത്തുള്ള, അതായത് ബോളിവുഡ് സ്റ്റുഡിയോസ് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ മലയാളം കോണ്ടന്റിനെ കാണുന്ന, അതാണ് സംസാര വിഷയം. ലെറ്റ് എവ്രി വൺ കം ടു കേരള ബട്ട് ചേഞ്ച് നത്തിങ് എന്നാണ് പുള്ളി ഉപയോഗിച്ചത്. ഭയങ്കര മാസമായിരുന്നു. കേൾക്കുമ്പോ തന്നെ നമുക്ക് തന്നെ അത് കറക്റ്റ് കാര്യം, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പറയാൻ പറ്റുന്നതാണ് മാസ്. രാജുവേട്ടൻ കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ കൂടെയാണ് റോഷനോട് ചോദിക്കുന്നത്. ഈ പറഞ്ഞ സ്റ്റുഡിയോസ്, പ്രൊഡക്ഷൻ ഹൗസ്, ഇവിടെ ഒരു സ്ട്രക്ചർ ഇല്ലാത്തൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ. ഇവിടെ കൂടുതലും ഒരു ആൾക്കാർ തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു അടുപ്പം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നത്. പക്ഷെ ഈ സ്റ്റുഡിയോസിന്റെ കാര്യം, അങ്ങനത്തെ ഇൻവോൾവ്മെന്റ് ഇവിടേക്ക് വന്നിട്ടില്ല. എങ്ങനെയാണ് ശരിക്കും മലയാളം കോണ്ടന്റിനെ നോക്കുന്നത്? ഈ പറഞ്ഞ സ്റ്റുഡിയോ സ്ട്രക്ചർ ഇവിടെ വരാൻ ഒരു സാഹചര്യം കാണുന്നുണ്ടോ ഈ ഒരു ഷോർട്ട് ടേമിനെങ്കിലും? അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ സ്റ്റുഡിയോ സ്ട്രക്ചർ, ദ വേ ഓഫ് വർക്കിംഗ് എന്നൊക്കെ പറയുന്ന കുറേയും കൂടെ പ്രൊഡക്ഷൻ സ്ട്രക്ചേഴ്സ് അറിയാവുന്ന ആൾക്കാർക്കായിരിക്കും അത് അനലൈസ് ചെയ്യാനും ഇതിന്റെ ഇനിയും വരാൻ പോകുന്ന ഔട്ട്കംസ് പ്രൊജക്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. എനിക്ക് ആ കാര്യങ്ങളിൽ അത്ര ധാരണയില്ല, വെരി വെരി ക്ലിയർലി. അപ്പം എനിക്കത് ഐ എം ഓൾസോ ജസ്റ്റ് വെയിറ്റിംഗ് ടു സീ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. പൃഥ്വിക്കൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് ചിലപ്പോൾ അത് മാപ്പ് ചെയ്യാൻ പറ്റും മൈൻഡിൽ. പ്രൊഡക്ഷനിലൊക്കെ അത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് കുറേയും കൂടെ വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. എനിക്ക് അതില്ല. ഞാൻ വിചാരിച്ചു ഞാൻ കാരണമാണോ ഇവരൊക്കെ കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനൊന്നും അല്ല. ബാക്കി പറയാം, അങ്ങനെ തീർത്തും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായിരിക്കും സംഭവിക്കാന്നൊക്കെ നോക്കാൻ പ്രെഡിക്റ്റബിൾ അല്ല എങ്കിൽ കൂടെ നോക്കാം. ഉയർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇനിയിപ്പോ മലയാളം അല്ലെങ്കിൽ ഇതര ഭാഷ ചിത്രങ്ങൾ? നെക്സ്റ്റ് ഇപ്പൊ ശനി എന്ന് പറഞ്ഞൊരു പടമാണ്. അതിന്റെ ചെറിയൊരു രീതിയിൽ ഞങ്ങളൊരു ഒരു അൺഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ വന്നിട്ടേ ഉള്ളൂ. പടത്തിന്റെ വേറെ മെറ്റീരിയൽ ഒന്നും വന്നിട്ടില്ല. അർജുൻ അശോകനുണ്ട്, ഞാനുണ്ട്, ബാലു, ഗൗരി, സുബിനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, വേണു സർ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് പരിപാടി. ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അതിൻ്റെ ഒരു ശകലം ബാക്കിയുണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. അത് ആയിരിക്കും നെക്സ്റ്റ് മലയാളം റിലീസ്. അതെ, ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പാരലലി ഇപ്പോൾ ഒരു ഹിന്ദി പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ ഒരു ടൈറ്റിൽ പരിപാടിയൊന്നും ആയിട്ടില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവിധ ആശംസകളും, എല്ലാവിധ ഭാഗങ്ങളും. താങ്ക് യു വെരി മച്ച്.